അതിജീവനത്തിൻ്റെ നാളുകളാണ് ശരിക്കും വയനാട്ടുകാർക്ക്. പറഞ്ഞാൽ തീരാത്ത ദുരിതത്തിൻ്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. ഉരുളെടുത്തു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് വയനാട്ടിലെ ഓരോ ജനവും. ദുരന്ത മേഖലയിലുള്ള ആളുകൾ പ്രത്യേകിച്ചും. കാണാതായി ഉറ്റവരെ കണ്ടെത്താൻ ഇന്ന് ജനകീയ തെരച്ചിൽ നടന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച തെരച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചു. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെയുണ്ട്. ഞായറാഴ്ച കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തുമെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇന്ന് വാർത്താലേഖകരോട് പറഞ്ഞത്. ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടി ദുരന്തഭൂമിയിൽ ഇന്ന് നടത്തിയ ജനകീയ തെരച്ചിലിൽ നിരവധി പേരാണ് പങ്കാളികളായത്. NDRF, ഫയർഫോഴ്സ്, പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയായിരുന്നു തെരച്ചിൽ. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരിൽ 15 പേരാണ് തെരച്ചിൽ സംഘത്തോടൊപ്പം ചേർന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ടൗൺ ഭാഗം, ചൂരൽമല സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തിയത്. പുഞ്ചിരിമട്ടത്തെ തകർന്ന വീടുകൾക്കരികിൽ ആദ്യമെത്തിയ സംഘത്തോടൊപ്പം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കുട്ടികളുടെ ഒച്ചയും ഒക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ. അപ്പോൾ ഈ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നവർക്ക് പെട്ടെന്ന് പിന്നീട് ദുരന്തത്തിന് ശേഷം ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബം അതുപോലെ പ്രധാനമാണ് മണ്ണ്. ഉത്തരമേഖല IG K സേതുരാമൻ തെരച്ചിൽ സംഘത്തിന് നേതൃത്വം നൽകി. കാണാതായവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം വിശദമായ പരിശോധന നടത്തി. സംശയമുള്ള ഇടങ്ങൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണു നീക്കി പരിശോധിച്ചു. പോലീസിന്റെ ഡോഗ് സ്ക്വാഡിനെയും തെരച്ചിലിന് ഉപയോഗിച്ചു. ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പട്ടിക പ്രകാരം ദുരന്തത്തിൽ കാണാതായവരുടെ എണ്ണം 131 ഇവരെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ സാധ്യമായ എല്ലാ രീതിയിലും തുടരുകയാണ്. ഒന്നും കൂടെ കൂടുതൽ ആളും കൂടി എത്തിക്കഴിഞ്ഞാൽ, ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാരും കൂടി എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബോഡി റിക്കവറി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനംവകുപ്പ് കാടിനുള്ളിലെ പരപ്പൻപാറയിലും കലക്കൻപുഴയിലും പരിശോധന നടത്തി. അതിദുഷ്കരമായ കാട്ടുപാതകൾ താണ്ടി പുഴയോരത്തുകൂടിയായിരുന്നു തെരച്ചിൽ. ഹെലികോപ്റ്റർ വഴി തുരുത്തുകളിലിറങ്ങി ഇവിടെയുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് മറ്റിടങ്ങളിലേക്ക് സംഘം നീങ്ങിയത്. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന് താഴ്ന്നു പറക്കാൻ കഴിയാതെ വന്നതോടെ നിരവധി ദൂരം കാടിനകത്ത് നടന്നാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിലിനെത്തിയത്. തെരച്ചിൽ നടക്കുന്ന മേഖലകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശനം നടത്തി. ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ 100 വീട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ എല്ലാ സാഹചര്യവും കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് അവരെ പറിച്ചു നടന്നത്. ചെതറിച്ച് കളയരുന്നവരെ. അപ്പോൾ ഗവൺമെന്റ് അതുകൂടി ആലോചിക്കണം. ഞങ്ങളതിന് തയ്യാറാണ്. സൂചിപ്പാറ, കാന്തൻപാറ മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ 4 മൃതദേഹം കണ്ടെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരമായിരുന്നില്ല ഇന്നത്തെ ജനകീയ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ അടുത്ത ദിവസം വീണ്ടും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.